ഹലോ, അസ്സാം വലൈക്കും. ഹിജാബി ഹാങ്ങൗട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അള്ളാഹു ഒരാളെ സ്നേഹിക്കുമ്പോൾ എന്തിനാണ് കഷ്ടപ്പാടുകൾ നൽകുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ എന്തായിട്ടും ഉണ്ടാകും അല്ലേ? ഈ വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അള്ളാഹു സ്നേഹിക്കുന്നവർക്ക് എന്തിന് പരീക്ഷണങ്ങൾ നൽകുന്നു? സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ കാഴ്ചപ്പാടുകൾ എപ്പോഴും ഒരു ശിക്ഷയല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാകാം. എന്തുകൊണ്ടാണ് അള്ളാഹു തനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പാടുകൾ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, സ്നേഹത്തിൻ്റെ അടയാളം, സൈൻ ഓഫ് ലവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരു ജനതയെ സ്നേഹിച്ചാൽ അവരെ പരീക്ഷിക്കും. ഒരു സ്വർണത്തെ ശുദ്ധീകരിക്കാൻ തീയിൽ ഒരുക്കുന്നത് പോലെ വിശ്വാസിയുടെ ഈമാൻ ദൃഢമാക്കാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ എത്രത്തോളമുണ്ടെന്ന് അള്ളാഹു ഓരോ പ്രയാസങ്ങളിലൂടെ നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത്, പദവികൾ ഉയർത്താൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് പ്രവാചകന്മാരാണ്. അവർ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആയിരുന്നു. കഷ്ടപ്പാടുകളിൽ ക്ഷമിക്കുന്നതിലൂടെ ഒരാൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പദവികൾ വളരെ വലുതാണ്. സാധാരണ അമലുകൾ കൊണ്ട് എത്താൻ കഴിയാത്ത ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അള്ളാഹു തൻ്റെ ദാസനെ പരീക്ഷണങ്ങളിലൂടെ എത്തിക്കുന്നു. മൂന്നാമത്തേത്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ, എക്സ്പിയേഷൻ ഓഫ് സിൻസ്. വിശ്വാസിക്ക് നിൽക്കുന്ന ഒരു മുള്ളിൻ്റെ പോറൽ പോലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഈ ദുനിയാവിലെ ചെറിയ കഷ്ടപ്പാടുകൾ വഴി പരലോകത്തെ വലിയ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തേത്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, ക്ലോസസ് ടു അള്ളാഹ്. നമ്മുടെ ജീവിതം സുഖസൗകര്യങ്ങൾ കൊണ്ട് നിറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ വിനീതരാവുകയും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകയും ചെയ്യുന്നു. അള്ളാഹുവിന് തൻ്റെ ദാസൻ്റെ ആ വിളി കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവനെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് അള്ളാഹു ചില പ്രയാസങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ ഇല്ലാതിരുന്നാൽ അള്ളാഹു ദുആ ചെയ്യാൻ വേണ്ടി ഓരോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചു കൊണ്ടേയിരിക്കും. അഞ്ചാമത്തേത്, യഥാർത്ഥ വിശ്വാസിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ടെസ്റ്റിംഗ് സിൻസിയറിറ്റി എന്ന് പറയും. ഖുർആൻ പറയുന്നു, വിശ്വസിച്ച് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പരീക്ഷിക്കപ്പെടാതെ വിട്ടയക്കപ്പെടുമെന്ന് മനുഷ്യർ കരുതുന്നുണ്ടോ? സൂറത്തുൽ അൻകബൂത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആര് അള്ളാഹുവിനെ തള്ളിപ്പറയുന്നു എന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു പ്രക്രിയയാണിത്. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ വിഷമം കൊടുക്കാറില്ലല്ലോ. എന്നാൽ അള്ളാഹു അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിക്ക് ഏൽക്കുന്ന ക്ഷീണമോ രോഗമോ ദുഃഖമോ പ്രയാസമോ മനപ്രയാസമോ എന്തിന്, അവൻ്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലുമോ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹു കാരണമാക്കുന്നു.
സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ നിരാശപ്പെടരുത്. അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ വളർത്താനാണ്. അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നത് നമ്മെ വെറുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവന് നന്മ പരിഗണിക്കുന്നത് കൊണ്ടാണ്. ക്ഷമയോടെ ഇതിനെ നേരിടുക. അല്ലാഹു ഖുർആനിലൂടെ നൽകുന്ന ഉറപ്പ് ഇതാണ്: തീർച്ചയായും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.